Hi friends, എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അതുപോലെ വളരെ ചിലവ് ചുരുക്കി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവമാണ് ഹാൻഡ് വാഷ്. ഏകദേശം 35 രൂപയെ ചിലവ് വരുള്ളൂ. 2.5 ലിറ്റർ ഹാൻഡ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കറക്റ്റ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഹാൻഡ് വാഷിൻ്റെ അതേ കളറും അതുപോലെ അതേ സ്മെല്ലും അതേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടല്ലോ, എന്താ പറ്റ ലൂസല്ല ടൈറ്റ്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ടൈറ്റ് ഏറിപ്പോയിട്ടുണ്ട്. പിന്നെയും വെള്ളം പാർന്നിട്ട് കുറച്ചുകൂടി ലൂസാക്കിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഉഷാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സോപ്പ്, അതുപോലെ ഇത് ഗ്ലിസറിനാണ്. ഇതിനിപ്പോൾ 32 രൂപയാണ് വില. പക്ഷേ ഇത്രയൊന്നും വേണ്ട. ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കിട്ടും ചെയ്യും. ഒരു ചെറിയ പാക്കറ്റ് 6 രൂപയുടെ 5 രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചാൽ മതി. ഇത് ഞാൻ ഇതിന് മുമ്പൊരു പരീക്ഷണം നടത്തിയിരുന്നു. പരീക്ഷണമല്ല, ഇതേ സംഭവം തന്നെ. ഈ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് ഒരു ചന്ദ്രികയുടെ സോപ്പ്, നല്ല പത ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചന്ദ്രികയുടെ സോപ്പിൽ ചെയ്തിരുന്നു. പക്ഷേ അത് ഒരിക്കലും ക്ലിക്കായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ലെക്സ് അതുപോലത്തെ സോപ്പുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ചന്ദ്രിക, മെഡിമിക്സ്, അപ്പോൾ അതുപോലത്തെ സോപ്പുകളൊക്കെ ഈ സോപ്പിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ സോപ്പ് ഒഴിവാക്കിക്കൊള്ളുക. അതുപോലെ ഇതുപോലെ ലെക്സ് എന്നല്ല, ഈ ഒരു ഇപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചുതരാം, ഒരു മിനിറ്റ്. സോപ്പ് നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അല്ലായിരിക്കും ചന്ദ്രിക സോപ്പ്. അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു മോഡലായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. അത് ഉപയോഗിച്ചുണ്ടാക്കിയത് ക്ലിക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതിപ്പോൾ ഒഴിവാക്കിയതാണ്. അതുപോലെ വീട്ടിൽ യൂസ് ചെയ്യാത്തത് ഉപയോഗിക്കുക, കാരണം സോപ്പൊക്കെ അല്ല ഉപയോഗിക്കുന്നത്. അപ്പം സോപ്പ് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സംഭവങ്ങൾ അടുക്കളയിൽ വെച്ചാണ്. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. കഴിയുന്നതും കുറച്ചൊക്കെ ഒഴിവാക്കിയ പാത്രം ഉപയോഗിക്കാം. ഒന്നുമില്ല, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാതിരിക്കാതെ നന്നാവുക. കാരണം നമ്മൾ സോപ്പൊക്കെയാണ് ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് പോയി കിട്ടണമെങ്കിൽ ഒരുപാട് റിസ്ക് ആയിരിക്കും, ആ ഒരു സ്മെല്ലും ഇതൊക്കെ. അപ്പോൾ ഏതായാലും പാത്രം വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഇത് 100 ഗ്രാം സോപ്പിലേക്കാണ് 2 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ പകുതി എടുക്കുന്നുള്ളെങ്കിൽ, അതായത് 50 ഗ്രാം എടുക്കുന്നുള്ളെങ്കിൽ 1 ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വെച്ച 2 ലിറ്റർ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഈ സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സോപ്പ് ഇതിൽ നന്നായിട്ട് ലയിച്ച് ചേരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുന്ന ആ സോപ്പൊക്കെ നന്നായിട്ട് ലയിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഗ്ലിസറിൻ ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം സോപ്പിലേക്കാണ് 2 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഗ്ലിസറിൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ലിറ്റർ വെള്ളം വെച്ചു. അതിലേക്ക് 100 ഗ്രാം സോപ്പ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തത് തിളച്ച സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ലയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെ ചോദിച്ചാൽ മതി, ഗ്ലിസറിൻ ചോദിച്ചാൽ മതി, അവർ തരുന്നതാണ്. 6 രൂപയുടെയും അതുപോലെ 30 രൂപയുടെ ഒക്കെ ഉണ്ട്. ഒരു 2 ടീസ്പൂൺ ആവശ്യമുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ പാക്കറ്റ് നോക്കി വാങ്ങുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം 10 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതേ പൊസിഷനിൽ 10 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് നമ്മൾ 10 മണിക്കൂർ വെയിറ്റ് ചെയ്തു. തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചാൽ മതി.
ഓക്കെ, കട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് ഓവറായിട്ട് കട്ട ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം വാർന്നിട്ട് ഒന്ന് ലൂസാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അയ്യോ സോറി, കുറച്ചധികമായി പോയി, വേസ്റ്റായി പോയി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഏകദേശം 200 മില്ലിയാണ് അടങ്ങുക. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒരു സാധാ ബോട്ടിൽ, ഇതുപോലത്തെ ബോട്ടിൽ വീട്ടിൽ ഫ്രീ ഇല്ല, അതുകൊണ്ട് സാധാ വാട്ടർ ബോട്ടിൽ തന്നെ ചെയ്തു വെക്കാം. അപ്പോൾ അതുകൊണ്ട് തീർന്നിട്ടില്ല, ഒരു ബോട്ടിലും കൂടി വെക്കാം നമുക്ക്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 2.5 ലിറ്റർ ബോട്ടിൽ തന്നെ ഉണ്ട്, പിന്നെ ഇതും. അപ്പോൾ ഇത് ഒരു സോപ്പിൻ്റെ അളവ് കൂടി കൂടുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം 2 ലിറ്ററും 750 മില്ലിയോളം, 2 ലിറ്റർ 700 മില്ലി. അപ്പോൾ ഏകദേശം 2 കൊല്ലത്തിനുള്ള കൈ കഴുകാനുള്ള ഹാൻഡ് വാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് കൈ കഴുകി നോക്കാം, ഇതുകൊണ്ടൊന്ന് കൈ കഴുകി നോക്കാം. ഓക്കെ, നല്ല പത തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഹാൻഡ് വാഷ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇനി ഹാൻഡ് വാഷ് ഇപ്പോൾ ഒരു 1.5 കൊല്ലം, ഏകദേശം 2 കൊല്ലത്തിന് ഹാൻഡ് വാഷ് വേണ്ടി വരില്ല. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 200ൻ്റെ ബോട്ടിൽ, എല്ലാവരുടെ വീട്ടിലും 200ൻ്റെ ബോട്ടിലാണ് വാങ്ങാം. അപ്പോൾ അതന്നെ ഒരു 1.5 മാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയോ 2.5 ലിറ്ററാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 2.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ബോട്ടിൽ ആക്കി 500 വെച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. 200 വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആകെ നമുക്ക് ചിലവ് വന്നത് ഇതായിരുന്നു ഞാൻ വാങ്ങിയിരുന്ന സോപ്പ്, ലെക്സ് സോപ്പ്. ഇതിന് 30 രൂപയാണ്. 30 രൂപയുടെ ഏതെല്ലാം ഉണ്ടാക്കല്ല, അപ്പോൾ നല്ല ക്വാളിറ്റി ആയിക്കോട്ടെ വെച്ച് 30 രൂപയുടെ സോപ്പ് തന്നെ വാങ്ങി. അപ്പോൾ 30 രൂപ സോപ്പിന്, പിന്നെ 5 രൂപയുടെ ഗ്ലിസറിൻ. 30 രൂപയുടെ ഗ്ലിസറിനാണ് വാങ്ങിയിരിക്കുന്നത്, പക്ഷേ 5 രൂപയുടെ ഗ്ലിസറിൻ വാങ്ങിച്ചാൽ മതി. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും ഗ്ലിസറിൻ. 5 രൂപ ഒക്കെ വില ഉള്ളൂ. ആകെ 2 ടീസ്പൂണേ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നും വാങ്ങണ്ട, വേറെ ഒന്നിനും അത് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് 30 രൂപയുടെ വാങ്ങി. അപ്പോൾ അതിനൊരു 5 രൂപ കിട്ടുക ഗ്ലിസറിൻ. അപ്പോൾ നമുക്ക് ആകെ ചിലവ് വന്നത് വെറും 35 രൂപയാണ്. 35 രൂപയ്ക്ക് 2.5 ലിറ്റർ ഹാൻഡ് വാഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യണം. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വെറും 35 രൂപയും ചിലവ് വരില്ല. ഇപ്പോൾ 2.5 ലിറ്റർ ഒന്നും ഉണ്ടാക്കി വെക്കണമെന്നില്ല. ഒരു 50 ഗ്രാമിൻ്റെ സോപ്പ്, അല്ലെങ്കിൽ ഈ സോപ്പിൻ്റെ പകുതി എടുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററോളം നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരുപാട് പൈസ നമുക്ക് കുറക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ക്യാഷ് തന്നെ ഇതിന് കൊടുക്കണം. പക്ഷേ അതേ ക്വാളിറ്റിയിൽ, അതേ സ്മെല്ല്, അതേ കളറ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വലിയ ഇതൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കി രാവിലെ എടുത്തു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.